മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇഡി കേസെടുക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. SFIയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണയ്ക്ക് പൂട്ടുവീഴുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. അതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇത്. കാരണം 2024 മാർച്ച് 27-ന്, അതായത് കൃത്യം ഒരു വർഷം മുൻപ് ഇത്തരത്തിലുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു. SFIO കേസന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ വിജയനെതിരെ ഇഡി കേസെടുക്കുമെന്ന വാർത്തകളും വന്നിരുന്നു. പിന്നെ ഇപ്പോൾ വാർത്ത വരുന്നത് എന്തുകൊണ്ടാണ് എന്നത് പ്രസക്തമാണ്. ഇഡിക്ക് എന്തെങ്കിലും ഒരു ആരോപണം ഇല്ലാതെ കേസെടുക്കാൻ സാധ്യമല്ല. വെറുതെ ഓടിപ്പോയി ഇഡിക്ക് കേസെടുക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു സംശയം രൂപപ്പെട്ടാൽ മാത്രമേ ഇഡിക്ക് കേസെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്നവർ ഹൈക്കോടതിയിൽ പോകുകയും ആ കേസ് ഒരിടത്തും എത്താതെ പോകുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ SFIO കേസെടുത്തതോടെ ഒരു FIR SFIO ഇടുന്നതോടെ ഇഡിക്ക് കേസെടുക്കാം. അതുകൊണ്ടാണ് ഇഡി SFIയോയുടെ വിശദാംശങ്ങൾ തേടിയത്. ഇഡി നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ആ സമയത്ത് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഈ കേസ് വരുമെന്ന് ഇഡി പറഞ്ഞിരുന്നു. PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇഡി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ് ഇഡി പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SFIയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേസെടുത്തേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. SFIO CMRL കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണയ്ക്കെതിരെ കേസെടുക്കാനുള്ള ഇഡിയുടെ നീക്കം. നേരത്തെ വീണയെ പ്രതിയാക്കി SFIO കുറ്റപത്രം സമർപ്പിക്കുകയും ഇതിനെതിരെ ഹർജി സമർപ്പിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇഡി നടപടിക്ക് ഒരുങ്ങുന്നത്. കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായാണ് ഇഡിയുടെ പ്രാഥമികാന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നത്. കേസിൽ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയിരുന്നു. സേവനം നൽകാതെ വീണ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം. വീണയുടെ എക്സാലോജി കമ്പനിക്കാണ് പണം നൽകിയിരിക്കുന്നത്. ഒരു സേവനവും നൽകാതെയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയിരിക്കുന്നതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നേതാക്കൾക്ക് CMRL കോടികൾ നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വീണ വിജയൻ, CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതിയുണ്ടായത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.